السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ ചില സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല ജീവിത സത്യങ്ങളും അല്ലാഹു തആല ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ നാമം തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നസീഹത്തുകൾ, വഅളുകൾ, ഉപദേശങ്ങൾ വളരെ അർത്ഥമുള്ളതും ചിന്തനീയവുമായതിൻ്റെ പേരിൽ ഖുർആനിൽ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ നസീഹത്തുകളെ, ഉപദേശങ്ങളെ എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് തൻ്റെ മകന് നൽകിയ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഹദീസുകളിൽ കാണാം. തൻ്റെ മകനോട് പറയുന്നുണ്ട്, മോനെ, ജീവിതത്തിൽ ധാരാളം ഉപദേശങ്ങളും നസീഹത്തുകളും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മരണത്തോടടുത്ത സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. എന്നിട്ട് എൻ്റെ മകനോട് പറഞ്ഞു, മോനെ, ദുന്യാവിൽ നിന്റെ കൊതിയും ദുന്യാവിൻ്റെ നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ദുന്യാവിലെ ജീവിതത്തിൻ്റെ അളവനുസരിച്ച് മാത്രമായിരിക്കണം. ദുന്യാവിൽ നീ കെട്ടിപ്പടുത്തുന്ന നിന്റെ വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ പ്ലാനുകൾ, അതെല്ലാം ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അളവനുസരിച്ച് മാത്രമായിരിക്കണം. പിന്നെ തന്റെ മകനോട് പറഞ്ഞു, ആഖിറത്തിന് വേണ്ടി, നിന്റെ മരണം മുതൽ തുടങ്ങുന്ന യഥാർത്ഥമായ ജീവിതത്തിന് വേണ്ടി നീ അമൽ ചെയ്യേണ്ടതും പരിശ്രമിക്കേണ്ടതും അധ്വാനിക്കേണ്ടതുമെല്ലാം അവിടുത്തെ ജീവിതത്തിൻ്റെ വലിപ്പവും വിശാലതയും അനുസരിച്ചായിരിക്കണം. ആഖിറം എത്ര വിശാലമാണോ, ഒരിക്കലും അവസാനിക്കാത്തതാണോ, അതുപോലെ നിന്റെ ആഖിറത്തിലൂടെ പരിശ്രമം വളരെ വലുതായിരിക്കണം. നീ നിന്റെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ടത്, നിനക്ക് റബ്ബിൻ്റെ സഹായം എത്ര ആവശ്യമാണ് അതനുസരിച്ചായിരിക്കണം. ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും
ഒരു അടിമ എന്ന നിലയിൽ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ സഹായത്തിലേക്ക് നാം ആവശ്യക്കാരാണ്. അതുകൊണ്ട് എത്ര സമയം നിനക്ക് റബ്ബിന്റെ സഹായവും അവന്റെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹങ്ങളും ആവശ്യമാണോ അതനുസരിച്ച് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകൻ നൽകിയ വളരെ പ്രധാനപ്പെട്ട ചില നസീഹത്തുകളാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെ രക്ത ചുരുക്കം, ദുന്യാവിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ജീവിതം ഇത് വളരെ ചുരുങ്ങിയൊരു അവസരമാണ്. ഇവിടെ വെറുതെ ഒരു മനുഷ്യനെയും അള്ളാഹു അയച്ചിട്ടില്ല. ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് അയച്ചതിന് പുറകിൽ വലിയ ലക്ഷ്യമുണ്ട്. ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ്. ഇവിടെ ഒരു മനുഷ്യൻ സമ്പാദിക്കേണ്ടത് അമലുകളാണ്. ആഖിറത്തിലേക്ക് ഒരു മുഅ്മിൻ കൊണ്ടുപോകേണ്ടത് അമലുകളാണ്, നന്മകളാണ്. ആ നന്മകൾ വാരി കൂട്ടേണ്ട സ്ഥലമാണ് ഈ ലോകം. കാരണം ആഖിറത്തിന്റെ പ്രത്യേകതയാണ് അവിടെ അമലുകളില്ലാതെ മറ്റൊന്നും പ്രയോജനം ചെയ്യുകയില്ല. ആഖിറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ സ്വന്തം അമലല്ലാതെ മറ്റൊരാളുടെ നന്മയും പ്രയോജനം ചെയ്യില്ല. മറ്റുള്ളവരുടെ നന്മ കൊണ്ട് ആഖിറത്തിൽ ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല. ആഖിറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ സഹായത്തിന്റെ ഹസ്തങ്ങൾ ആരും ലഭിക്കുകയില്ല. വാപ്പയുടെയോ ഉമ്മയുടെയോ മക്കളുടെയോ സഹായം പ്രതീക്ഷിക്കേണ്ട സ്ഥലമല്ല ആഖിറം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ഹദീസിനെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. നാളെ ഒരു മനുഷ്യനെ നന്മയും തിന്മയും തൂക്കും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ നന്മ തിന്മ തൂക്കുമ്പോൾ 3 അവസ്ഥകളിലായിരിക്കും. ചിലരുടെ നന്മ ഭാരമാകും, ചിലരുടെ തിന്മ ഭാരമാകും, ചിലരുടെ നന്മയും തിന്മയും തുല്യമാകും. അങ്ങനെ ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ നന്മയും തിന്മയും തൂക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ നന്മയും തിന്മയും തുല്യമാകും. അല്ലാഹു തആല കൽപ്പിക്കും, അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നിനക്കൊരു നന്മ കൂടി ഒരു അണുവിന്റെ അടുത്രയിൽ, ഒരു മിസ്കാല ദർറ, ഒരു ചെറിയ അളവ് നന്മയെങ്കിലും നിനക്ക് ലഭിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. നന്മ വർദ്ധിക്കും. ഹദീസിൽ വരുന്ന ആ മനുഷ്യൻ മഹ്ശറയിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഓടി അലയുന്നതാണ്. അങ്ങനെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ തൻ്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ചതിൻ്റെ ഭാര്യയുടെ മുന്നിലെത്തും. തൻ്റെ ഭാര്യയോട് പറയും, ഞാൻ നിന്റെ ഭർത്താവ്, ദുന്യാവിൽ ഇന്ന ഉപകാരങ്ങൾ ചെയ്ത ഭർത്താവ്, എന്നെ നന്മ തിന്മ തൂക്കിയപ്പോൾ ഒരു നന്മ കൂടി കിട്ടിയാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ എന്നോട് കരുണ കാണിക്കണം. നിന്റെ നന്മയിൽ നിന്നും ഒരു നന്മ നീ എനിക്ക് നൽകണം. ഹദീസിൽ വരുന്നുണ്ട്, ആ ഭാര്യ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, നിങ്ങൾ കണക്കില്ലാതെ ഉപകാരം ചെയ്ത ഭർത്താവാണ്, നിങ്ങൾ ചോദിച്ചത് വളരെ ലഘുവായ കാര്യവുമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതൊരു കാര്യം ഭയപ്പെടുന്നു അതേപോലെ ഞാൻ എൻ്റെ വിഷയത്തിലും ഭയപ്പെടുകയാണ്. നിങ്ങൾക്ക് എങ്ങാനും ഒരു നന്മ നൽകി എൻ്റെ നന്മ കുറഞ്ഞു പോയാൽ ഞാൻ നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ മാപ്പാക്കണം, എനിക്ക് ഒരു നന്മ നൽകാൻ സാധിക്കുകയില്ല. ഹദീസിൽ വരുന്നുണ്ട്, ആ മനുഷ്യൻ തൻ്റെ മകന്റെ മുന്നിൽ ഇതേപോലെ തൻ്റെ ഉപകാരങ്ങളെ ഓർമ്മപ്പെടുത്തും. ഏതൊരു മകന് വേണ്ടിയാണോ ജീവിതം മുഴുവൻ അധ്വാനിച്ച് മുടി നരയ്ക്കോളം അധ്വാനിച്ച് പ്രയത്നിച്ച് മക്കളെ വലിയ വലിയ സ്വപ്നങ്ങൾ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച മക്കളെ മുന്നിൽ ആ വാപ്പ പറയും, മോനെ നിന്റെ വാപ്പയാണ്, നിനക്ക് ഇന്നുപകാരം ചെയ്തു, എൻ്റെ നന്മയും തിന്മയും തൂക്കിയപ്പോൾ തുല്യമായി ഒരു നന്മ ലഭിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. മോനെ നീ എന്നോട് ഇന്ന് കരുണ കാണിക്കണം, ഒരു നന്മ നീ നൽകണം, നിന്റെ വാപ്പ സ്വർഗത്തിലേക്ക് പോകും. നിന്റെ വാപ്പയാണ് ചോദിക്കുന്നത്. ഹദീസിൽ വരുന്നുണ്ട്, ആ മകൻ പറയും, വാപ്പ പറഞ്ഞതെല്ലാം സത്യമാണ്, വാപ്പ ചോദിച്ചത് വളരെ ലഘുവായ കാര്യവുമാണ്, പക്ഷേ മാപ്പാക്കണം, എനിക്കൊരു നന്മ നൽകാൻ സാധിക്കുകയില്ല, ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭയപ്പെടുകയാണ്. ഒരു ഉപകാരവും പ്രതീക്ഷിക്കേണ്ട സ്ഥലമല്ല ആഖിറം, സ്വന്തം നന്മകൾ മാത്രം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅതും ഫലഹാ.
നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തത്തിനാണ്. ഒരാളുടെയും നന്മ പ്രതീക്ഷിക്കേണ്ട സ്ഥലമല്ല പരലോകം. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ആരെങ്കിലും സന്മാർഗം ശ്രദ്ധിക്കുന്നെങ്കിൽ അത് അവന്റെ നഫ്സിന് പ്രയോജനം ചെയ്യുന്നതാണ്. ആരെങ്കിലും വഴികേടിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതിന്റെ നാശം അവന് തന്നെയായിരിക്കും. അവന്റെ തിന്മ ചുമക്കാൻ നാളെ ആഖിറത്തിൽ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പരലോകം ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട സ്ഥലമല്ല. അത് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ലോകത്തെ ജീവിതം, ഇത് അമലുകൾ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ സമ്പാദിക്കേണ്ട സ്ഥലമാണ്, ഒരുമിച്ച് കൂട്ടേണ്ട സ്ഥലമാണ്. അതിനുള്ളൊരു അവസരമാണ് ഈ ജീവിതം. അതിനുള്ള അവസരമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ സഅഅത്തുൻ മദദ്, നിന്റെ ജീവിതം എന്നാൽ 3 ഘട്ടങ്ങളാണ്. ഒന്ന് നിന്റെ കഴിഞ്ഞു പോയ ജീവിതം, അതിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു, നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. വസഅഅത്തുൻ ഖാദിമ, മറ്റൊന്ന് വരാനുള്ള സമയമാണ്, അത് നിനക്ക് അറിയുകയില്ല എത്ര ഇനി വരാൻ ബാക്കിയുണ്ട്. പിന്നെ മൂന്നാമത് സഅഅത്തുൻ അൻത ഫീഹാ ഹിയ ഹഖീഖത്തുദ് ദുനിയ, മൂന്നാമത്തെ നീ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ സമയമാണ്, ഈ സന്ദർഭമാണ്. ഇതാണ് നിന്റെ ജീവിതം, ഇതാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യം. നാളുകളെ പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം ഇതൊരു അവസരമാണ്. അമലുകളെ ഒരുമിച്ച് കൂട്ടാൻ, അമലുകളെ സമ്പാദിക്കാൻ, ആഖിറത്തിലേക്കുള്ള യാത്ര മുതലായി അമലുകളെ കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ സമ്പാദിക്കുന്ന അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അവന്റെ കാരുണ്യത്തിന്റെ പേരിൽ, അവന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ഔദാര്യത്തിന്റെ പേരിൽ ചില സന്ദർഭങ്ങൾ അമലുകൾക്കുള്ളൊരു സീസണായി നൽകുകയാണ്. അമലുകൾ സമ്പാദിക്കാൻ ഓടുന്നൊരു മുഅ്മിന്റെ മുന്നിൽ ചില സമയങ്ങൾ അല്ലാഹു തആല ഒരു സീസണായി നന്മകൾക്ക് ഇരട്ടി 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 പ്രതിഫലം നൽകുന്ന, നന്മകൾക്ക് തടസ്സമാകുന്ന പിശാചിനെ ബന്ധിക്കപ്പെട്ട് ഒരു നല്ലൊരു അവസരം അല്ലാഹു തആല ഈ അടിമകൾക്ക് ചില അവസരങ്ങളെ നൽകുകയാണ്. അങ്ങനത്തെ ഒരു പുണ്യമായ മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് അമലുകൾ സമ്പാദിക്കൽ. അതിനുള്ള ഏറ്റവും നല്ല സുദിനമാണ്, സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ. നന്മകൾക്ക് തടസ്സമായ പിശാചിനെ ബന്ധിക്കപ്പെടുന്നു. ഒരു നന്മയ്ക്ക് ഇരട്ടി നന്മ ചെയ്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുന്നു. ഇങ്ങനെ നല്ലൊരു അവസ്ഥ. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസം മുന്നിലെത്തി. ഈ മാസത്തിന്റെ ഒരു സെക്കൻഡ് പോലും അശ്രദ്ധനാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ റമദാൻ മുമ്പ് തന്നെ, റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ സഹാബത്തിന് മുന്നിൽ റമദാനെ പറ്റി പറയുമായിരുന്നു. ഒരു ശഅബാനിന്റെ അവസാനത്തെ ജുമുഅ ദിവസം, ഇതുപോലത്തെ ശഅബാനിന്റെ അവസാനത്തെ ജുമുഅ ദിവസം ഖുതുബ നടത്തിക്കൊണ്ട് തങ്ങൾ വിളിച്ചു പറഞ്ഞു സഹാബത്തിനോട്, ഖദ് അളല്ലകും ശഹ്റുൻ അദീമുൻ മുബാറകുൻ. സഹബ, ദാ പുണ്യമായ പരിശുദ്ധമായ ഉന്നതമായ ഒരു മാസം നിങ്ങളിലേക്ക് വരികയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഉണർത്തുകയാണ് റമദാൻ മുമ്പ് തന്നെ. എന്തുകൊണ്ടാണ്? റമദാനിന്റെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാകരുത്. അതുകൊണ്ട് റമദാൻ മുമ്പ് തന്നെ ഉണർത്തുകയാണ്. അതിന് എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. പരിശുദ്ധ റമദാനിലേക്ക് എത്തി. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ അമലുകൾ ചെയ്തിരുന്ന, തറാവീഹ് നമസ്കരിച്ചിരുന്ന, നോമ്പെടുത്ത പല കൂട്ടുകാരും ഈ റമദാൻ എത്തുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അവർ ഇന്ന് ഖബറിന്റെ ഇരുട്ടിലാണ്. അവരുടെ അമലുകൾക്കുള്ള അവസരം തീർന്നുപോയി. അവർക്ക് അമൽ ചെയ്യാൻ അവസരങ്ങൾ തീർന്നു. അവർ ഇതുവരെ ചെയ്ത അമലുകളുമായി അവരെ ഖബറിൽ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത റമദാൻ ആഗതമാകുമ്പോൾ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തികൾ ആരെല്ലാം ഈ ഭൂമുഖത്തിന്റെ അറിയുകയുമില്ല. ഓരോ റമദാനും അവസരമാണ്. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. നാം മാനസികമായി തയ്യാറാകേണ്ട സമയമാണ്. റമദാനിന്റെ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തെ തയ്യാറാക്കാൻ. റമദാൻ അത് വയറിന്റെ പട്ടിണി കിടക്കേണ്ട മാസം മാത്രമല്ല. റമദാൻ സത്യത്തിൽ ഹൃദയത്തിന്റെ മാസമാണ്. മാനസികമായി നാം പരിശുദ്ധരാകണം. റമദാനിന്റെ തയ്യാറെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഹൃദയത്തെ പരിശുദ്ധമാക്കലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ കൊണ്ടു നടക്കുന്ന അവസ്ഥയിലാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ സത്യത്തിൽ നാം നഷ്ടവാളികളാണ്. ഈ മാസത്തിൽ വലിയ വലിയ രത്നങ്ങളും പവിഴങ്ങളും ആളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഹൃദയം പകയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും വെച്ച അവസ്ഥയിലാണ് നാം റമദാനിലേക്ക് എത്തുന്നെങ്കിൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. ഹൃദയത്തെ പരിശുദ്ധമാക്കണം. പലരും റമദാൻ ആഗതമാകുമ്പോൾ റമദാനിന്റെ നോമ്പിൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്, അതിൻ്റെ നമസ്കാരത്തിൽ, തറാവീഹിൽ, തിലാവത്തിൽ, ദിക്റിലെല്ലാം ശ്രദ്ധ കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ തിന്മയെ ശ്രദ്ധിക്കാറില്ല. കുടുംബത്തിൽ പല കാര്യത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുന്നവർ, കല്യാണത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, സംഘടനയുടെ, അങ്ങനെ പലതിൻ്റെയും പേരിൽ പിണങ്ങി മാസങ്ങളായി വർഷങ്ങളായി കഴിഞ്ഞുകൂടുന്നവർ റമദാൻ ആഗതമാകുമ്പോൾ ആ ബന്ധങ്ങൾ ഇണക്കാൻ തയ്യാറാകുന്നില്ല. സത്യത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് റമദാൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം വളരെ ഗൗരവമുള്ള തിന്മയാണ് ഇണക്കം എന്നുള്ളത്. ഐഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ സഹോദരി അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ ഉർവ റളിയല്ലാഹു തആല അൻഹുമായി ചില ദീനിയായ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി കഴിയുകയായിരുന്നു. ദുനിയാവിനൊന്നിൻ്റെ പേരിലുമല്ല, ഒരു ഖൈർ നന്മ ഉദ്ദേശിച്ചാണ് അത് പിണങ്ങിയത്. ഉർവ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില സഹാബാക്കളുമായി ചെന്നു ഐഷ ബീവിയുടെ അടുക്കൽ ചില മസ്അലകൾ ചോദിക്കാൻ എന്ന നിലയിൽ. ഇവർ അനുവാദം ചോദിച്ചു, കടന്നു വരാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവരുടെ മറവിൽ ഉർവ റളിയല്ലാഹു തആല പ്രവേശിച്ചു. കൊച്ചുമ്മയുടെ അടുക്കൽ, സഹോദരി, ഉമ്മയുടെ സഹോദരിയാണ്. ഉടൻ തന്നെ അവരെ കെട്ടിപ്പുണർന്നു, മാപ്പപേക്ഷിച്ചു. ഈ രണ്ട് സഹാബാക്കൾ ഐഷ റളിയല്ലാഹു തആല അൻഹയെ നബിതങ്ങളുടെ പല ഹദീസുകളും ഓർമ്മപ്പെടുത്തി. അക്കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഒരു മുസ്ലിമിന് ഒരിക്കലും അനുവാദമില്ല തന്റെ മുസ്ലിമായ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയൽ. അങ്ങനെ പിണങ്ങിക്കഴിയുന്ന അവസ്ഥയിലെങ്ങാനും മരണം സംഭവിച്ചു പോയാൽ അവൻ നരകത്തിലാണ്. ഒരു മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും ഒരിക്കലും അനുവാദമില്ല 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയാൻ. അങ്ങനെ പിണങ്ങിക്കഴിയുന്ന അവസ്ഥയിലെങ്ങാനും മരണം വന്നാൽ മരണപ്പെടുന്ന വ്യക്തി ആരാകട്ടെ അവൻ നരകത്തിലായിരിക്കും. ഐഷ റളിയല്ലാഹു തആല ഈ ഹദീസ് കേട്ടപ്പോൾ ഉടൻ തന്നെ പശ്ചാത്തപിച്ചു, അവർ മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ കാണാം മരണം വരെ ഐഷ റളിയല്ലാഹു തആല ഈ കാര്യത്തെ ഓർത്ത് കരയുമായിരുന്നു, അവരെ മുഖമക്കരെ നനയുന്ന അവസ്ഥയിൽ. സത്യത്തിൽ ഐഷ റളിയല്ലാഹു പിണങ്ങിയത് ദീനിയായ നന്മോദ്ദേശിച്ചാണ്. പക്ഷെ നബി തങ്ങളെ ഹദീസ് അവരെ കരയിപ്പിച്ചു. 3 ദിവസത്തിൽ കൂടുതൽ മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങി കഴിയാൻ അനുവാദമില്ല. ഇന്ന് നമ്മളിൽ 3 ദിവസമല്ല, 3 മാസമല്ല, 3 വർഷമായിട്ടും പരസ്പരം മിണ്ടാത്ത സഹോദരന്മാരുണ്ട്. പരസ്പരം മിണ്ടാത്ത കൊച്ചാപ്പയും മൂത്താപ്പയുമുണ്ട്. പരസ്പരം മിണ്ടാത്ത നാത്തൂനും സഹോദരിയുമുണ്ട്. കുടുംബങ്ങളിൽ പിണങ്ങി കഴിയുന്ന എത്ര പേർ വിവാഹത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിഷയങ്ങൾ ബന്ധപ്പെട്ട്, ഏതെല്ലാം കാര്യങ്ങളെ പേരിൽ പിണങ്ങിക്കഴിയുന്നവർ. റമദാൻ അവർക്കൊരു പ്രയോജനവുമില്ല. സത്യമാണ്, റമദാൻ അവർക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നല്ല അവസരമാണ് ഈ മാസം. മനുഷ്യനാണ് പിണക്കങ്ങൾ സംഭവിച്ചു പോയേക്കും, പക്ഷെ ഇണങ്ങേണ്ട മാസമാണ്. അങ്ങോട്ട് പോയി ചോദിക്കും. ഒരു മുഅ്മിന്റെ സ്വഭാവം അങ്ങനെയാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സ്വയം ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണ്, ഇണങ്ങുന്നവനല്ല മുഅ്മിൻ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല ചില കാര്യങ്ങളിൽ പരസ്പരം പിണങ്ങി. ഉമർ റളിയല്ലാഹു തആല ദേഷ്യപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ അടുത്ത് എണീറ്റ് പോയി വീടിന്റെ വാതിൽ അടച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു പോയ വാക്കിൽ വിഷമമായി അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നു. ഉമർ റളിയല്ലാഹു തആല സഹകരിക്കാൻ തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു മനസ്സിന് വിഷമമായി. അബൂബക്കർ റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല തയ്യാറായപ്പോൾ നേരെ നബി തങ്ങൾക്ക് വന്നു, സംഭവമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അവിടെ തന്നെ വന്നു. നബിയോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങളുടെ മുഖത്ത് ദേഷ്യം കണ്ടു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരോടാ ദേഷ്യപ്പെട്ടത്? നിങ്ങളെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ചവനാണ് ഉമർ, അബൂബക്കർ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോഴും അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, നബി, ഉമർ അല്ല തെറ്റുകാരൻ, ഞാനാണ്. ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം, ഇതാണ് സഹാബത്തിന്റെ ശീലം. പിണങ്ങിയാൽ അങ്ങോട്ട് പോയി ഇണങ്ങാൻ ആഗ്രഹിക്കും.
മനുഷ്യനാണ്, പിണങ്ങിപ്പോയേക്കാം പലതിന്റെ പേരിലും. പക്ഷെ അങ്ങോട്ട് പോയി മാപ്പ് ചോദിക്കുക, അങ്ങോട്ട് പോയി പൊരുത്തം ചോദിക്കുക. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ഇണയാണ്, ഭാര്യയാണ്. വഫാത്തിന്റെ സമയമായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കി ഭാര്യമാരെയെല്ലാം വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ നബി തങ്ങളുടെ ഭാര്യമാരെ ജീവിച്ചവരാണ്, അതുകൊണ്ട് നമുക്കിടയിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത വാക്കുകളോ പ്രവൃത്തികളോ വന്നിരിക്കാം. ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്, എന്തെങ്കിലും എന്നിൽ നിന്ന് വന്നിട്ടെങ്കിൽ മാപ്പാക്കണം. ഒരു മുഅ്മിന്റെ സ്വഭാവം അതാണ്. അവനല്ലേ പിണങ്ങിയത്, ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നവനല്ല മുഅ്മിൻ. പിണക്കങ്ങളുണ്ടായാൽ അങ്ങോട്ട് കാരണങ്ങൾ, ന്യായങ്ങൾ പറഞ്ഞ് നിൽക്കാതെ അങ്ങോട്ട് പോയി ഇണങ്ങുന്നവനാണ് മുഅ്മിൻ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും ഫാത്തിമ ബീവിയും ചില ദീനിയായ കാര്യങ്ങളുടെ വിഷയത്തിൽ ചെറിയൊരു പിണക്കം വന്നു. ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു, ഖലീഫയാണ്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണ്. നേരെ ചെന്നു അലി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, അലി റളിയല്ലാഹു തആല ഫാത്തിമയുടെ അബൂബക്കർ ഖലീഫ വന്നിരിക്കുന്നു, എന്തോ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല നബിതങ്ങളുമായുണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ച് ഫാത്തിമ ബീവിയെ ഓർമ്മപ്പെടുത്തി. അബൂബക്കർ, ഞാൻ ജീവിച്ചത് ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ സമ്പത്തും കുടുംബം എൻ്റെ ഹബീബിന് വേണ്ടിയാണ് അർപ്പിച്ചത്. അതൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ഇക്കാര്യം തീരുമാനിച്ചത്. ഇതാണ് ഒരു മുസ്ലിം, ഇതാണ് സഹാബത്തിന്റെ ശീലം. എന്തെങ്കിലും പിണക്കങ്ങൾ വന്നുപോയാൽ അങ്ങോട്ട് പോയി ആ പിണക്കത്തെ ഇണക്കും, ആ ബന്ധങ്ങളെ നന്നാക്കും. അതല്ലാതെ മനസ്സിൽ വെച്ച് അത് വീണ്ടും പാരമ്പര്യമായി പകർന്ന് മക്കളിലേക്ക് പകർന്ന് വൈരാഗ്യത്തിൽ ജീവിക്കുന്നവനല്ല മുസ്ലിം. ഇത് മുസ്ലിമിന്റെ ശീലമല്ല. വിശുദ്ധമായ റമദാൻ ആഗതമാവുകയാണ്, വലിയ വലിയ സമ്മാനങ്ങളുമായി ആഗതമാവുകയാണ്. പക്ഷേ ചില ഭാഗ്യം കെട്ടവർ നന്മകൾ മുന്നേറും, പക്ഷേ ഈ തിന്മയെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അവിടെ റമദാൻ ഒരു പ്രയോജനം ചെയ്യുകയില്ല. ഹദീസിൽ ഉലമാക്കൾ ഇത് രണ്ട് ചുവട്ടടികൾ അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഒന്ന്, നമസ്കാരത്തിന്റെ സഫ് പൂർത്തീകരിക്കാനുള്ള ചുവട്ടടികൾ. രണ്ട്, ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ബന്ധങ്ങൾ, പിണങ്ങിയ ബന്ധങ്ങൾ വീണ്ടും നന്നാക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ചുവട്ടടി. അത് ചിലപ്പോൾ നമ്മുടെ ഈഗോ പ്രശ്നത്തിന്റെ പേരിലും കിബറിന്റെ പേരിലും മനസ്സമ്മതിക്കുകയില്ല. അങ്ങോട്ട് പോവുക, അവനല്ലേ എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ന്യായങ്ങൾ പറയാൻ ഉണ്ടാകും. നഫ്സ് സമ്മതിക്കുകയില്ല. നഫ്സിനെ ചവിട്ടി ഒതുക്കി ഒരു ചുവട്ടടി എടുത്തു വയ്ക്കൽ പ്രയാസം. അല്ലാഹു ഇഷ്ടപ്പെട്ട ചുവട്ടടിയാണ് ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ചുവട്ടടി. ദാ റമദാൻ ആഗതമാകുന്നു, എണ്ണപ്പെട്ട ദിവസങ്ങൾ ബാക്കി. ഏതെങ്കിലും കുടുംബക്കാരുമായി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ, എന്തെങ്കിലും സംഘടനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന്റെ പേരിൽ പിണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ ഉടൻ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ റമദാൻ മുമ്പ് തന്നെ പരിഹരിക്കും. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല പിണങ്ങി ഹൃദയത്തിൽ വൈരാഗ്യം, വെറുപ്പ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. അത് പരിശുദ്ധമായ റമദാനിന്റെ തയ്യാറെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളിയുടെ പരിപാലകർ, പള്ളിയിലെ ഇമാം, അതുപോലെ കൂട്ടുകാർ, ഭർത്താക്കന്മാരുടെ എല്ലാം ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നാട്ടിൽ ആരെല്ലാമാണ് പിണങ്ങിക്കഴിയുന്നത് മനസ്സിലാക്കി അവരെ ഇണക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പള്ളിയിലെ പരിപാലകർ പള്ളിക്ക് പെയിന്റ് അടിച്ച് റമദാന് സ്വാഗതത്തിന്റെ പോസ്റ്റർ അടിച്ച് ഇതെല്ലാം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയം, എൻ്റെ ഈ മഹല്ലിൽ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ കുടുംബങ്ങൾ പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഇണക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട സമയമാണ്. കൂട്ടുകാർ ചിന്തിക്കണം, നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും പിണങ്ങിയ അവസ്ഥയിലാണോ, അവരെ ഇണക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ തന്റെ ഭാര്യമാരെ കാര്യം ഉണർത്തണം. സ്ത്രീകൾക്കിടയിൽ കൂടുതലാണ് പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പേരിൽ പിണങ്ങി കഴിയുക എന്നുള്ളത്. റമദാൻ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പിണങ്ങിയവരെ ഇണക്കുക എന്നുള്ളത്. കളവ് എത്ര മോശമായ തിന്മയാണ്. പക്ഷേ ഉലമാക്കൾ എഴുതി, രണ്ടുപേരെ ഇണക്കാൻ വേണ്ടി കളവ് പറയില്ല, അത് അനുവദനീയമാണ്. അത്രയും വലിയ കാര്യമാണ് ഇണക്കമുണ്ടാക്കുക എന്നുള്ളത്. റമദാനിന്റെ തൊട്ട് മുന്നുള്ള സമയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കണം. ഏതെങ്കിലും നമ്മുടെ കൂട്ടുകാർ പിണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ എന്ത് ത്യാഗം അവരെ ഇണക്കണം. ഇത് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തയ്യാറെടുപ്പാണ്. അതുപോലെ വിശുദ്ധമായ റമദാൻ നാം അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. രഹസ്യമായ തിന്മകളെ ഒഴിവാക്കണം. റമദാനിന് ഒക്കാത്ത മുഴുവൻ ശീലങ്ങളും ഒഴിവാക്കണം. കാരണം റമദാൻ അത് മറ്റു മാസങ്ങളെ പോലെയല്ല. ഈ മാസത്തിലെങ്ങാനും അള്ളാഹു മഹ്റൂമാക്കിയാൽ പിന്നെ ജീവിതം മുഴുവൻ മഹ്റൂമായി പോകും. അതുകൊണ്ട് ഈ മാസത്തിൽ അള്ളാഹു മഹ്റൂമികളിൽ എഴുതാൻ കാരണം ആ തിന്മ നമ്മളിൽ ഉണ്ടാകരുത്. പരസ്യമായ ഭക്ഷണശാലകൾ തുറന്നു വെച്ച് ഭക്ഷണം വിളമ്പുക, അത് റമദാനുള്ള മതബിൽപ്പെട്ടതല്ല.
ബുസ്താനുൽ വാഇദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം, ഒരു മജൂസിയുടെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ റമദാൻ മാസം ആഗതമായപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന മജൂസി തന്റെ മക്കളെ ഉണർത്തി, റമദാൻ ആഗതമാവുകയാൽ മുസ്ലിമീങ്ങളെ പരിശുദ്ധമായ മാസമാണ്, അവിടെ പരസ്യമായി ഒരിക്കലും ഭക്ഷണം കഴിച്ച് വഴികളിലൂടെ നടക്കരുത്. അത് ഈ അവരുടെ ആ മാസത്തോടുള്ള അതുപകേടാണ്. മകൻ ഒരാൾ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ആ മജൂസിന്റെ മകൻ അടി കൊടുത്തു. ഈ മാസത്തിൽ എന്നോട് പറഞ്ഞതല്ലേ, ഇത് മുസ്ലിമീങ്ങളെ പവിത്രമായ മാസമാണ്, പരസ്യമായ ഭക്ഷണം കഴിക്കരുത്. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മജൂസി മരണപ്പെട്ടു. ആ നാട്ടിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ആലിമീങ്ങൾ സ്വപ്നം കണ്ടു, ഈ മജൂസി സ്വർഗത്തിൽ നിൽക്കുന്നതായി. സ്വപ്നത്തിൽ ചോദിച്ചു, നിനക്കെങ്ങനെ സ്വർഗം ലഭിച്ചു? നീ മജൂസിയായിരുന്നല്ലോ. എനിക്ക് അല്ലാഹു തആല പരിശുദ്ധ റമദാനിനോടുള്ള അദബും ബഹുമാനവും കാണിച്ചത് കാരണമായി മരണത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി ഞാൻ മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടത്. ഒരു മജൂസി റമദാനിനെ ബഹുമാനിച്ചു, അല്ലാഹ് മഗ്ഫിറത്ത് നൽകിയെങ്കിൽ നമ്മുടെ മുസ്ലിമീങ്ങൾ ഒരു കടമയാണ് ഈ മാസത്തെ ബഹുമാനിക്കൽ, ആദരിക്കൽ. ഇതിന് ഒക്കാത്ത നിലയിൽ പരസ്യമായ എല്ലാ തിന്മകളെയും ഒഴിവാക്കേണ്ടത്. അല്ലാഹു തആല ഈ മാസത്തെ ബഹുമാനിക്കുവാനും അതിന്റെ സമയങ്ങളെ ശരിയായി നല്ല നല്ല അമലുകൾ കഴിച്ചുകൂട്ടുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.